സോഫയും ബെഡൊന്നും വേണ്ട, ആ നൊസ്റ്റാൾജി അടിക്കും. മേലെ നോക്കി മുളൻ്റെ മേലെ ആസ്പെറ്റോസ്, ചെറിയ മിട്ടി ഒക്കെ ചാണകം തേച്ച് തളിച്ച് വെച്ച് കേട്ടോ. ഇതിങ്ങനെ ഒരു സെറ്റപ്പിലാക്കിയണല്ലേ. അങ്ങനെ ഇതാണ്. നമ്മൾ അത് ഇവരോട് പറഞ്ഞു. അതായത് ഇവിടെ അങ്ങനെ ഉണ്ട്. അതായത് ഇവിടെ 1ാം ക്ലാസ് ഹായ്, അസ്സലാമു അലൈക്കും സുഹൃത്തുക്കളെ, നമസ്കാരം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പിന്നെ നമ്മളിങ്ങനെ ഇർസ ഫൗണ്ടേഷൻ്റെ അവിടുന്ന് പോന്നു. നിലവിൽ നമ്മളുള്ളത് പിന്നെ ഹിറ ഫൗണ്ടേഷൻ, ഹൈവ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു സ്ഥാപനത്തിലാണ്. അപ്പോൾ ഇവർ നമ്മളോടൊരു 10-15 ദിവസം മുൻപ് തന്നെ നമ്മളോട് അങ്ങനെ സംസാരിച്ചിരുന്നു, എന്തായാലും വരണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളൊരു ടെൻറ്റ് ലൈഫും നമ്മളാ ഒരു ഫുഡിങ്ങൊക്കെ കുറച്ചും കൂടെ ലാഗാവും. ഒരു 2-3 ദിവസം കഴിയും നമുക്ക് അതിമൊക്കെ എത്തണം എന്നുണ്ടെങ്കിൽ. ഇങ്ങനെ 1-2 സ്ഥാപനങ്ങളും പാടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് നമ്മൾ പോകുമ്പോൾ അവർക്കൊരു സന്തോഷം, നമുക്കൊരു സന്തോഷം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരു കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ യാത്ര ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും. എനിക്ക് തോന്നുന്നു 40 ദിവസമായി. അപ്പോൾ നമ്മളെ ഫാമിലിയിലോട്ട് പുതിയ വരുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പക്ഷേ അതാ തുടർന്ന് നമ്മളെ കൂടെ യാത്ര ചെയ്ത് പോകുന്നില്ല. നമ്മൾ ആശാദാകൊണ്ട് ബാക്കിൽ ഇവിടുത്തെ ഫൗണ്ടേഷൻ്റെ നമ്മളെ മെയിൻ മുദീറാണ് ഇവിടുത്തെ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പോഴത്തെ മുദീറുകളാണ്. ഇപ്പം നമുക്ക് കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. ഓക്കെയാണീ ഇവിടുത്തെ ഇതെന്താണ് ഈ കൃഷി? എന്താണ്? ചോളം. ഇപ്പോൾ ചോളക്കൃഷിയാണ് ഇപ്പോൾ ഇത്, ഉണ്ടല്ലേ? ഇതിപ്പോ ഇത് ഉരുളക്കിഴങ്ങാണ് ഇപ്പൊ വെക്കാൻ പോണത്. ഇത് വെച്ചോ? ഉരുളക്കിഴങ്ങ് എടുത്തു. അടുത്ത കൃഷിക്ക് വേണ്ടിട്ട് അടുത്ത കൃഷി പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ് തന്നെ ചോളകാരം. ഇത് നിലവിൽ ചോളാണ്. ഇത് പ്ലെയിനായിട്ട് കിടക്കുക. ഈ ചോളത്തിന്റെ വലിയ ഓപ്ഷനല്ല ഇപ്പൊ കണ്ട് അതല്ലേ? ഇത് വേറെ എടുക്കണ സംഗതി. ഇതെങ്ങനെ ഈ ഉരുളക്കിഴങ്ങ് എടുക്കണത്? ഇങ്ങനെ കളച്ചെടുക്കേ? ഉരുളക്കിഴങ്ങ് നേരത്തെ ഏതാ അതുപോലെ ലൈൻ വരയ്ക്കും, മണ്ണ് ഇളകി കിടക്കുന്നുണ്ടോ? ഇത് നെല്ലല്ലേ? അവിടെ നെല്ലാണത്? ഗോതമ്പ്. ഗോതമ്പല്ലേ? ഗോതമ്പും ചോളൊക്കെ ആയിട്ട് കിടക്കണോ നിങ്ങള്? എന്താ പോയി വെക്കുക. ഇതൊക്കെ നമ്മള് പിന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയാ? ഇവരൊക്കെ നമ്മളെ സ്കൂൾ ഓഫീസിലെ കുട്ടികളാണ്. കുട്ടികൾ ഉച്ചയ്ക്ക് ശേഷം നമ്മളെ ക്ലാസ്സിന് വരും. ഉരുളക്കിഴങ്ങ് ശരിക്കും ഈ കളറാ? ഈ കളർ ഉണ്ടാവും. പിന്നെ വെള്ളമുണ്ട്. ചാക്കാണല്ലേ? അങ്ങനെയാണ് ഇപ്പൊ തീർക്കുക? അവിടെ മാന്തിരിക്കണൊക്കെയാണ് ഇതിപ്പം നല്ല ലോഡ് കയറ്റി പോയതാണ്. ഇത് കൊയ്ത് മറിച്ചതിന് ശേഷം അവിടെ ഇവിടെയൊക്കെ ഉള്ളത് എടുക്കാണ്. നല്ല ലോഡ് പോയതാണ് ഇവിടെ. അതെ, ഇതാണ് ഇപ്പൊ. ഇതിപ്പോ ബാലൻസ് ഉള്ളതാണല്ലേ? ബാലൻസ് ഉള്ളതാണ്. എല്ലാം കഴിഞ്ഞതിന് ശേഷം ബാലൻസ് ഉള്ളത്. ഇപ്പൊ ആ കാണുന്നത് ഇങ്ങനെ ഇത് മറിച്ചുകൊണ്ട് നിൽക്കാണ്. അത് പിന്നെ ഇത് മറക്കണീന്റെ ഒരു ഇതെന്ന് വെച്ചാല് ഉരുളക്കിഴങ്ങ് എടുക്കുക എന്നുള്ളതാണോ അതോ മറ്റു കൃഷിക്കും വേണ്ടി വേറെ കൃഷിക്കും വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ്? 2 കാര്യങ്ങൾ നടക്കണ്ട. അപ്പോൾ അവിടെ ഇതാക്കണോ ഒക്കെ മറിച്ച് ചാക്കാക്കിയെന്ന് വെച്ച് കേട്ടോ. ഒക്കെ ചെറിയ കുട്ടികൾ. ഇവർക്ക് എങ്ങനെ വിദ്യാഭ്യാസം എന്താ അവസ്ഥ? ഇവര് പഠിക്കുന്ന കുട്ടികളുണ്ട്, സ്കൂളിൽ പോകാത്ത കുട്ടികളുണ്ട്, വീട്ടുകാരവിടെ ഇങ്ങനെ നടക്കുന്നവരുണ്ട്. എല്ലാവരും തീരെ പഠിക്കാത്ത സ്കൂളിൽ പോകാത്ത കുട്ടികളൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു ആവറേജ് ഒരു ടോപ്പ് ഇപ്പം ഇവരുടെ നാട്ടിൽ ഒരു ടോപ്പ് വിദ്യാഭ്യാസമുള്ള ഒരാളെന്ന് പറയുമ്പോൾ അയാളൊരു വിദ്യാഭ്യാസ ഒരു ലെവൽ എത്ര ആയിരിക്കും? ഒരു +2 ഡിഗ്രി +2 മേലൊക്കെ ഒന്നും ഉണ്ടാവില്ല. കുറവാണ്. ഇപ്പം നമ്മുടെ സ്ഥാപനം ഇവിടെ വന്ന് പഠിക്കാൻ
വരുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഈ ഒരു റേഞ്ചിലുള്ള കുട്ടികളൊക്കെ ആ നമ്മളെ ക്ലാസ്സിലും കാര്യങ്ങളൊക്കെ എത്തലുണ്ട്. ഇവരില്ലേ? ആ അത് നിങ്ങൾ ആലോചിച്ച് നോക്കി. അതായത് പിന്നെ LKG UKG വരെ പോവാത്ത കുട്ടികൾ വരെ ഉണ്ട്. ഇവരിനി ഇപ്പോൾ ഈ കുട്ടികളും അതുപോലെ തന്നെ ഒന്നും അറിയാത്ത ഒരു 10 വയസ്സും 12 വയസ്സുള്ള കുട്ടികളും ഇവരൊക്കെ ഒരുമിച്ച് തന്നെയാണ് ഇനി പുതിയ ക്ലാസ്സിലേക്ക് വരിക. നമ്മളെ സിസ്റ്റത്തിൽ നമ്മൾ വൈകുന്നേരം ക്ലാസ് എടുക്കുന്നുണ്ടോ, ശേഷം പോയിട്ട് ക്ലാസ് എടുക്കുക. നമ്മൾ അത് ഇവരോട് പറഞ്ഞു. അതായത് ഇവിടെ അങ്ങനെ ഉണ്ട്. അതായത് ഇവിടെ 1ാം ക്ലാസ്സിൽ ഏതിലുണ്ടാവും. ആ ട്രെയിൻ പോകണമെങ്കിൽ അപ്പുറത്ത് കൂടെ. അയ്യോ നിങ്ങൾ നിൽക്കി. പക്ഷെ അതുകൊണ്ടായിരിക്കാം ഇവരെ കൾച്ചറും. പണ്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ല അവിടെ വെട്ടി ഇവിടെ വെട്ടി. ഇപ്പം ആ വെട്ട് കേരളത്തിലാണ് വെട്ടണത്, വേറെ വിഷയം. ഇല്ല, ഇപ്പോൾ കുറവാണ്. കാരണം വിദ്യാഭ്യാസം ഇങ്ങനെ കയറി വരവ് തുടങ്ങി. ഇത് നമ്മളെ അവിടുത്തെ ഉസ്താദാ? ഈ കുട്ടികളൊക്കെ എല്ലാ ദിവസവും കൊണ്ട് പഠിപ്പിക്കുക കാര്യങ്ങളൊക്കെ. ഏകദേശം 15 മേലെ യൂണിറ്റുകൾ ഓരോ ദിവസവും ഉണ്ട്, ഓരോ ഏരിയകളിൽ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇവരുടെ ടൈം എപ്പോഴാണ്? ഈ കുട്ടികളുടെ ടൈം എപ്പോഴാണ്? ഈ കുട്ടികളുടെ ടൈം എപ്പോഴാണ്? 3 മണി തൊട്ട്. പിന്നെ എത്ര സമയം വരെ? 1 മണി തൊട്ട് 4 മണി 4:30 വരെ പഠിപ്പിക്കും. ഒരു 1.5 മണിക്കൂർ. ബേസിക് വിദ്യാഭ്യാസം അതോ? ബേസിക് പറഞ്ഞാൽ എല്ലാം ഉണ്ട്. ABCD തൊട്ട് ഇപ്പം നമ്മളെ സ്കൂൾ ബേസിലെ പീരീഡ് ഇല്ലേ, അതേ ടൈം അതേപോലെയാണ് ഇപ്പോൾ നടന്നുകൊടുക്കുന്നത്. ഒരു പീരീഡ് മീൻസ് ഒരു അരമണിക്കൂർ. അത് 3 പീരീഡ് അങ്ങനെ. അതിലെല്ലാ സബ്ജക്റ്റും ഉണ്ട്. എല്ലാം പറഞ്ഞാൽ കുട്ടികളോട് പറയും, തലേന്ന് തന്നെ പറയും സബ്ജക്റ്റ് കൊണ്ടുവരണം. ഇവർക്ക് ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബുക്കും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തതുണ്ട്. നിങ്ങൾ കൊടുത്ത ബുക്സ് ഉണ്ട്. യൂണിഫോം ഒന്നുമില്ല. യൂണിഫോം ഇല്ല, ഫ്രീ ആണ് പഠനം ഒക്കെ. ഇവരെ വീടും കാര്യങ്ങളൊക്കെ എവിടെ ഉണ്ട്? വീട് പറഞ്ഞാൽ പലരും പല സ്ഥലത്തുള്ളതാണ്. എല്ലാം ഓരോ മീൻസ് ചേരികളിലെ കുട്ടികളാണ് ഒക്കെ. ഇവിടെ ഈ ഒരു അണ്ടറിൽ തന്നെ തൊട്ടടുത്ത് ഇങ്ങനെ ആൾക്കാരാണ്. അത് കൊണ്ടുകൊണ്ട് ചാക്കേറ്റ് പിടിച്ച് പോണതാ. ഒരു ഭാഗത്തതാക്കണേ ഇത് മറിച്ചനാകപ്പാടെ. നമ്മളെ സ്കൂളിൻ്റെ മുറ്റത്തേക്ക് പാടത്തു നിന്ന് ഇങ്ങനെ കയറിയിട്ടോ. ഇതാണ് ഇവിടുത്തെ. ഇത് എത്രയാണ് ഇവിടുത്തെ പിന്നെ ഏതൊക്കെ? ഇത് 1ാം ക്ലാസ് മുതൽ ഇവിടെ ഉണ്ടോ? നമ്മളെ ഈ സ്കൂളിലെ ഇപ്പോൾ നിലവിൽ ഇത് 1 മുതൽ എത്ര വരെ എന്നാ പറഞ്ഞേ? 1 മുതൽ 3 വരെ ഇപ്പോൾ ഇവിടെ പഠിപ്പിക്കും. മൂപ്പരാണ് കേട്ടോ ഇവിടുത്തെ പ്രിൻസിപ്പളും കാര്യങ്ങളൊക്കെ, ഇവിടുത്തെ മാനേജ് ചെയ്യണ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിപ്പോൾ എത്ര വർഷമായി ഇത് ഇവിടെ ഇത് തുടങ്ങിയിട്ട്? ഇവർക്ക് എങ്ങനെ കുട്ടികൾക്ക് ഫീസോ വരാൻ എന്തെങ്കിലും? ഇവിടെ ഫീസ് ഉണ്ട് കുട്ടികൾക്ക് ഓൾമോസ്റ്റ് 1200 ഉണ്ടാവും, വണ്ടി ഫെയർ കൂട്ടിയാണ്ട്. പിന്നെ ഓർഫൻ കുട്ടികൾക്ക് ഫുള്ള് ഫ്രീ ആണ്. ഫീസ് ഇല്ല, യൂണിഫോം ഫ്രീ ആണ്, ഒക്കെ ഫ്രീ ആണ്. കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ്. ഇവരൊക്കെ ടീച്ചർമാരാ? 10 ടീച്ചേഴ്സ് ഉണ്ട്, 3 ആൻറ്റിമാരുണ്ട്. ടോട്ടൽ എത്ര കുട്ടികൾ ഇപ്പോൾ നിലവിലുണ്ട്? 256 കുട്ടികളുണ്ട്. 256 കുട്ടികളുണ്ട് അല്ലേ? ഇപ്പോൾ ഈ ഗ്രാമീണ കുട്ടികളിപ്പോൾ ഈ തീരെ വിദ്യാഭ്യാസം ഇല്ലാത്ത, അതായത് സ്കൂൾക്ക് വരാത്ത അങ്ങനെയൊക്കെ ഓലൊക്കെ നിങ്ങൾ പോയി ഇങ്ങോട്ട് കൊണ്ടുവരില്ല? നമ്മൾ ആദ്യം ഗ്രാമങ്ങളിൽ പോയി ക്ഷണിച്ച് കൊണ്ടുവന്നാണ്. ഇപ്പോൾ നമുക്ക് അൽഹംദുലില്ലാഹ് ഇപ്പോൾ നമുക്ക് 60 പേരോ ഇപ്രാവശ്യം അഡ്മിഷൻ വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നിട്ടുണ്ട് പല വരുന്നുണ്ട് ഉണ്ടല്ലേ? ആദ്യം നമ്മൾ ഗ്രാമത്തിൽ ഇറങ്ങി കളിച്ച് നല്ല നല്ല റിസൾട്ട് വന്നു. ഇപ്പം എല്ലാവരും ഇങ്ങോട്ട് വരവുണ്ട്. ഇപ്പം പല സ്കൂളിൽ 5-6 ക്ലാസ് പഠിക്കുന്ന കുട്ടികളോടെ ഞങ്ങൾ ഇൻ്റർവ്യൂ എടുത്തു. എന്നിട്ട് ഓലെ ഞങ്ങൾ 2ാം ക്ലാസ്സിലേക്ക് എത്തുക. കാരണം ഓല അത്ര ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ 2 ക്ലാസ്സിൽ അവർ എടുക്കുക. ഇവിടെ ഇപ്പോൾ അങ്ങനല്ലേ? ഇവിടെ ഇപ്പോൾ ഏജ് കാറ്റഗറി നോക്കിയിട്ടല്ലല്ലോ? അല്ലല്ല, പല ഓല ക്വാളിറ്റി നമ്മൾ നോക്കുക. ഏജ് നോക്കിയിട്ട് കാര്യമില്ലല്ലോ. ഏജ് നോക്കി കുറേ. എത്ര സബ്ജക്റ്റ് ഇപ്പോൾ കറക്റ്റ് വരുന്നുണ്ട്? ഇങ്ങനെ സബ്ജക്റ്റ് ഇപ്പോൾ ഇവർക്ക് വരും? ഇവിടെ 8 വിഷയങ്ങളുണ്ട് ഇവിടെ. ഒരു ദിവസം സബ്ജക്റ്റായിട്ട് ഉറുദു, ഹിന്ദി, അറബി, ഇംഗ്ലീഷ്, ബംഗ്ല 5 വിഷയങ്ങൾ വരുന്നുണ്ട്. പിന്നെ മാത്സ് ഉണ്ട്, GK, പിന്നെ EVS എന്ന് പറയും. അപ്പോൾ ഇതിൽ പിന്നെ ഇത് ഒരു ദിവസം തന്നെ ഇതിങ്ങനെ എത്രയും സബ്ജക്റ്റ് പോകുമോ അതോ ഹവർ കുറവല്ലേ? അത് ചോദിക്കാൻ കാരണം അല്ല, എത്ര ഹവറാണ് വരുന്നുണ്ട് ഇപ്പോൾ ടോട്ടല്? ഒരു 6-7 ഹവർ ഒരു ദിവസം ഉണ്ടാവാം. ഇവിടെ ഇപ്പോൾ സ്കൂൾ 8:20 സ്റ്റാർട്ട് ചെയ്തിട്ട് 12:20 സ്കൂൾ ഉണ്ടാവുള്ളൂ. 1 അവർ എന്ന് പറഞ്ഞാൽ 1/2 മണിക്കൂറാ?
ഇല്ല. ആ വൈകുന്നേരം ഒരു 3 മണിക്കൂർ വേറെ ക്ലാസ് ഉണ്ടായിരുന്നു കുട്ടികൾക്കുള്ള. അത് ഏതാണ്? മദ്രസ സിസ്റ്റം ഉണ്ടല്ലോ, മദ്രസ സിസ്റ്റം. അത് ഗ്രാമീണ കുട്ടികൾക്കൊക്കെ ഉള്ള നമ്മുടെ ഈ ഗ്രാമങ്ങളിലുള്ള. ആ ഇവിടെ ഇപ്പോൾ പ്രൈമറി ആണ്, 1, 2, 3 അവിടെയാണ് നമ്മളെ അവിടെ നമ്മൾ ബിൽഡിംഗ്. ആ ഇത് പ്രൈമറിയാണ് ഒരു പറഞ്ഞു. ഇതാണ് കേട്ടോ നമ്മളെ ഇവിടുത്തെ ഒരു ക്ലാസ് റൂം എന്ന് പറയേണ്ടത്. ടീച്ചർ ഇതാക്കണേ പഠിപ്പിക്കുന്ന കുട്ടികളെ. ഇത് LKG അല്ലേ? UKG അല്ലേ? ആ ഇത് താൽക്കാലിക സെറ്റപ്പ് ആണല്ലേ? ആ ഇതിലിപ്പോൾ യൂണിഫോം ഇല്ലാത്ത കുട്ടികളുണ്ടോ? ചില ഇപ്പോൾ പുതിയ കുട്ടികളുണ്ട് അല്ലേ? ആ അപ്പോൾ ഇതിങ്ങനെ ഒരു സെറ്റപ്പിലാക്കിയണല്ലേ? അങ്ങനെ ഇതാണ് കണ്ടില്ലേ, ഉഷാറായിട്ട് ഇപ്പോൾ പഠിക്കാനുള്ള ചിന്ത വന്നു തുടങ്ങിയാണ്. LKG അല്ലേ? ഇത് വേറെ ക്ലാസ് റൂമാണ് കേട്ടോ LKG. ഇത് ഇവിടെ ബെഞ്ചുണ്ട്, അപ്പുറത്ത് ബെഞ്ചില്ല ചിന്തിക്കരുത്. റിനോവേഷൻ നടക്കുന്നത് കൊണ്ടുള്ള ബിൽഡിങ്, അപ്പുറത്ത് പുതിയ ബിൽഡിങ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സംഭവമാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. അവരെ അപ്പുറത്തെ ക്ലാസ്സിലെ ബെഞ്ചുകളൊക്കെ ഇവർ പുറത്ത് വെച്ചിരിക്കണേ ഇതാക്കണേ. ഇത് വേറൊരു സ്കൂളാണ്, നഴ്സറിയാ? ആ ഏറ്റവും ചെറുതല്ലേ? ഇത് വരുന്നത് ഏതാണ്? ക്ലാസ് 2ാം ക്ലാസ്സിലെ? ക്ലാസ് 3. 3ാം ക്ലാസ്. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മളെ ഒരു ഗ്രാമത്തിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ വണ്ടിയിലല്ല, നമ്മളെ പിന്നെ എവിടുന്ന് സ്കൂളിലേക്കോ? ആ സ്കൂൾക്ക്. ആ അതെ 33 കിലോമീറ്റർ അല്ലേ? അതായത് നമ്മളെ പിന്നെ ഐറ ഫൗണ്ടേഷൻ്റെ കീഴിലുള്ളൊരു ഗ്രാമം. അപ്പോൾ നമ്മളിങ്ങനെ ഓലപ്പം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണം. ഗ്രാമീണ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര രസമാണ്. അത് പ്രത്യേകിച്ച് ഇവിടുത്തൊന്നും എത്ര കണ്ടാലും നമുക്ക് മതി വരില്ല. അങ്ങനത്തെ ഓരോ മനസ്സിനും ശരീരത്തിനൊക്കെ ഒരു കൗതുകം തോന്നണ അത്ര രസമുള്ള കാര്യങ്ങളാണ്. എന്നാൽ നമുക്ക് സങ്കടം തോന്നുന്ന കാര്യങ്ങളും അവിടെ ഉണ്ട്. ഇതിപ്പോൾ മെയിൻ NH അല്ലേ? അല്ല, പൂർണിയ സില്ലുഗിരി മെയിൻ NH അല്ലേ? പക്ഷെ ഇതെന്താ ഇപ്പോൾ ഇവിടെ നല്ല റോഡും അവിടെ കുറച്ച് വളരെ അല്ല, ഇവിടെ മഴക്കാലമാകുമ്പോൾ ഇങ്ങനെ ഒലിച്ചു പോകാൻ അതെന്താ ഇവിടുത്തെ ഗ്രാവിറ്റി മറ്റേ ഇതിൻ്റെ റോഡിൻ്റെ അങ്ങനത്തെ കംപ്ലൈൻറ്റ് തന്നെ ആയിക്കാല്ലേ വർക്കേഴ്സിൻ്റെ ഒക്കെ? ആ ഇവിടെ തിക്നെസ് കുറവാണ്, ലെയർ കുറവാണല്ലേ? ആ ക്വാളിറ്റി കുറവേരം, ക്വാണ്ടിറ്റി കൂടുതൽ. അവിടെ ഒരു പാലുണ്ട്, ആ പാല് ചെറിയ പാല്, അത് 3 വട്ടം പൊളിച്ചു പണി. 1 വർഷത്തിനിടയ്ക്ക് 3 വട്ടം പൊളിച്ചു പണി. 1 വർഷത്തിനുള്ള 3 വട്ടം പൊളിച്ചു പണിയാ? ഇവിടെ 2 വർഷത്തിന്റെ ഇതില്ലാവല്ലേ? 2 വർഷമാണ് സാധാരണ അങ്ങനെ ഉണ്ടാവല്ലേ? എന്താ അറിയില്ല. അങ്ങനെ നമ്മൾ ഗ്രാമത്തിൽ കയറിയിട്ടോ നോക്കിയാണ് ഈ തേയിലത്തോട്ടം. ഇവിടെ തേയിലത്തോട്ടം ഉണ്ടാവും നമ്മൾ പ്രതീക്ഷയില്ല. നമ്മളെ പിന്നെ വയനാട്, ഊട്ടി ഒക്കെയാണ് തേയിലത്തോട്ടം എന്ന് പറയുമ്പോൾ നമ്മളെ മൈൻഡിൽ കിട്ടുക. പക്ഷെ ഇവരുടെ തേയിലത്തോട്ടത്തിന് ചെറിയൊരു മാറ്റങ്ങളുണ്ട്. നമ്മളടുത്തമാരെ ആ ഒരു അത്ര ഹൈറ്റുള്ള തേയിലത്തോട്ടങ്ങളല്ല. ഹൈറ്റിൽ ഇങ്ങനെ വിടർന്ന് നിൽക്കണ അത്ര വലിയ കമ്പുകളോ അങ്ങനത്തെ ഒരു സെറ്റപ്പ് അല്ല കേട്ടത്. ഉണ്ടല്ലേ? നല്ല അത്യാവശ്യം നല്ല ഈരുണ്ട്. അതിൻ്റെ സെൻറ്ററിൽ മറ്റേ ആ മരങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ അതിൻ്റെ ചൊറുക്കിന് നല്ലതായിട്ട് കൂട്ടുണ്ട്. ഇതെന്താ മണലാ സൈഡിൽ? ഇവിടുത്തെ കരിമണലായിരിക്കും അല്ലേ? ചോളം, കമ്പം ഇതുണ്ട് കേട്ടോ കൃഷി. ഇത് ഇവിടുത്തെ ചോളം കമ്പൊക്കെ ഇവിടുത്തെ ഒരു മെയിനാണല്ലേ? എക്സ്പോർട്ടോ മറ്റു സ്റ്റേറ്റിക്കാ? ആ രാജ്യങ്ങൾക്കും ഉണ്ടാവും ചിലപ്പോൾ. സ്റ്റേറ്റിലേക്കാണ്. എന്നിട്ട് ഒരു ഗ്രാമത്തേക്ക് എത്തിട്ടോ കുടിവെള്ളം നോക്കി. ഇപ്പം ഇങ്ങനെ ഗ്രാമത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക. അവിടെ ചെറിയൊരു കുടിവെള്ളത്തിൻ്റെ ഒരു
ഉദ്ഘാടനം ഉണ്ടായിരുന്നു. അവിടെ സ്റ്റിക്കറൊക്കെ വെച്ച് കാണ്ടേ സാധാ ടാങ്ക് നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ അവിടെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നതാണ് ഇപ്പോൾ. ഇതാണ് ഇവിടുത്തെ ഒരു വില്ലേജ്, ഒരു ഗ്രാമീണ ഇങ്ങനെ വീടുകളൊക്കെ. ഇതെന്താ ഇത് നോക്കിയാണ് ഒരു സെറ്റപ്പ്. മണ്ണുകൊണ്ട് ഇതെന്താ പത്തായം? ആ, നെല്ലും ഗോതമ്പൊക്കെ സ്റ്റോർ ചെയ്യണ പത്തായം അല്ലേ? ആ, ഇവരെ സ്റ്റോറേജ് ചെയ്യുന്ന സ്ഥലമാണ് ഇപ്പോൾ റൂം. ഈ വീടിൻ്റെ ഉള്ളിലൊരു സ്ഥലമാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. മിട്ടി ഒക്കെ ചാണകം തേച്ച് തളിച്ച് വെച്ച് കേട്ടോ. ഇതിലൊക്കെ കടന്നുറങ്ങണം മക്കളെ ഒരു ദിവസം. ഇതാണ് നമ്മൾ പറഞ്ഞ കുടിവെള്ളത്തിൻ്റെ പരിപാടി. ഇങ്ങനത്തെ ഓരോ സ്ഥലത്ത് ഇതിപ്പോൾ എത്ര ഫാമിലിക്കുള്ളായിരിക്കും ഇപ്പോൾ ഈ ഒരു സംഭവം? ഫാമിലിക്കുള്ളതാണ്. അയൽക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റും. അതേ സ്ഥലത്ത് ഇങ്ങനെ വെക്കുക ഒരു 5-6 വീടിനെ കോൺസെപ്റ്റ് അങ്ങനെ വെച്ച് ചെയ്തിട്ടേ അല്ലേ? ഇത് വെക്കാനുള്ള സ്ഥലം ഉണ്ടാവും. കുടിസ് ഏരിയകളായിരിക്കും. സ്ഥലം തരും. ഈ റോഡിനോട് ചേർന്ന് വെക്കാൻ. ഇതിനിപ്പോൾ ഇവിടെ എന്ത് ചിലവ് വരുന്നുണ്ട് ഇങ്ങനെ ഒരു സംഗതി സെറ്റ് ചെയ്യാൻ? ഒരു 20,000 വരുന്നുണ്ട്. അല്ലേ? മോട്ടർ അടക്കം അല്ല, ഇതിന് 20. ആ, ടാങ്ക് അടക്കം. അതിനെത്ര ഉണ്ട്? 50 അല്ലേ? ആ, ഈ വീടിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് കയറാൻ പറ്റുമോ? കുഴപ്പമില്ല. ഇത് വരെ സ്റ്റോറാണല്ലേ? സാധനങ്ങൾ വെക്കണ സ്റ്റോറാണ്. ഇതാണ് ഇവരെ വീടിൻ്റെ ഉള്ളിലേക്ക് ഒരു കയറാൻ പറഞ്ഞ്. ഇതാണ് ഇവരെ വീടിൻ്റെ ഉൾഭാഗം. കാണിച്ചു തരാം. കണ്ടില്ലേ? ഫാന്, സീലിംഗ് ഒക്കെ നോക്കി ഓലെന്നെ ഇങ്ങനെ അടിച്ചുണ്ടാക്കി വെച്ചാണ്. കടന്നുറങ്ങുകയാണ്. ഇതിലൊക്കെ കടന്നുറങ്ങണം. അതാണ് റേഞ്ച്. ഓല ടേബിളും വലുതായ ചാക്കും കാര്യങ്ങളും സെറ്റപ്പൊക്കെ. നിലം നോക്കി മണ്ണുകൊണ്ട് ചാണകം കൊണ്ടൊക്കെ തളിച്ചുണ്ടാക്കിക്കണം. ഹെവി. ഇത് സെപ്പറേറ്റ് റൂമാണ് അല്ലേ? എന്താ ഇത് വേറെ റൂം ഉണ്ടല്ലേ? അയ്യവാ, ഇതിലൊക്കെ അങ്ങനെ സോഫയും ബെഡും ഒന്നും വേണ്ട. അത് നൊസ്റ്റാൾജി അടിക്കും. മേലെ നോക്കി മുളൻ്റെ മേലെ ആസ്പെറ്റോസ്, ചെറിയൊരു ടേബിള്, പക്ക ഫീല്. കൊതുക് കടിക്കാക്കാൻ ഇതാക്കണേ കണ്ടില്ലേ? പൊളി. ഒരു രക്ഷയില്ല. അടുപ്പ് ഇതാക്കണ ഇവിടെ കണ്ടില്ലേ? ചെമ്പൊക്കെ വലിയ ചെമ്പൊക്കെ ഉള്ളത് അവിടെ, ചെറിയ ചൂട്ടൊക്കെ ഉള്ളതാ. ഓലെ ബാത്റൂം ഇതാക്കണേ, ചെറിയ ബാത്റൂം. അപ്പുറത്തൊക്കെ ഫാമിലീസ് ഉണ്ട് കേട്ടോ. അപ്പുറത്തൊക്കെ അവിടെ ഒരു ബാത്റൂം. അവിടെ ഇതാക്കണം ഒരാൾ എന്തോ മുടന്തി എന്തോ ഉണ്ടാക്കുകയാണ്. കണ്ടില്ലേ? എന്തായാലും ഒരുപാട് പ്രവർത്തികൾ ഇവരൊക്കെ ഇങ്ങനെയുള്ള ഒരുപാട് സംഘടന. അതിപ്പോൾ ഐവ എന്ന് പറഞ്ഞ ഫൗണ്ടേഷൻസാണ്. അവർ സംസാരിക്കുകയാണ് ഇപ്പോൾ അവരായിട്ട് കേട്ടോ ഓരോ കാര്യങ്ങൾ. പക്ഷേ നമുക്ക് പോയി വെക്കാം. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ ഗ്രാമത്തിലൊക്കെ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കാണ്ടേ ഒന്ന് ഉറങ്ങിയതിന്. നല്ല ചൂടല്ലേ? ഒരു 1:30 സമയത്ത് 1:30-2 മണിൻ്റെ ഉള്ളിൽ വന്നു. നമ്മളെ റൂമിൽ ഉറങ്ങിയിട്ട് ഇപ്പോൾ എണീറ്റതാ. നമ്മളിങ്ങനെ 1-2 സ്ഥലങ്ങളിൽ പോകാൻ നിൽക്കുകയാണ്. ഷാവാ. പിന്നെ വൈകുന്നേരം നോമ്പുതുറുണ്ട്. ഇവിടെയാണ്, പള്ളിയിലാണ് നമ്മൾ താമസേ. ഇപ്പോൾ ഇന്നലക്കത്തെ മുതൽ ഇതാണ് പള്ളിയിൽ അവിടെ കാണുന്ന അവിടെയാണ്, ആ റൂമിലാണ് നമ്മൾ താമസിക്കുന്നത്. ഇതാകണ ഇവരെ സ്ഥാപനങ്ങളെ കണ്ടില്ലേ? ഇതാണ് സ്കൂൾ ഓൺ വീൽ എന്ന് പറഞ്ഞ പരിപാടി. അതുകൊണ്ട് അവർ ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കണം. തെരുവിലെ കുട്ടികൾ ഭക്ഷണം കൊടുക്കുക, ഇഫ്താർ, അതിൻ്റെ ഒക്കെ ഓരോ പരിപാടികളാണ്. ഇത് ഇഫ്താറിലാണോ അതോ ഭക്ഷണം കൊടുക്കുന്ന പരിപാടിയാണ്? കുട്ടികൾക്കുള്ള ഫുഡ് ഇഫ്താറല്ലല്ലോ.
ഇഫ്താർ പാക്കറ്റാണ് കുട്ടികൾക്കാണ് കൊടുക്കുന്നത്. കുട്ടികൾക്ക് മെയിൻ ഇഫ്താർ ഇതല്ല, മെയിൻ ഇഫ്താർ വേറെ പോകും. വലിയവർക്ക് ഇത് കുട്ടികൾക്ക് മാത്രമാണ്. സുഹൃത്തുക്കളെ നമ്മളെ പോവാണ്, ചെറിയ കുട്ടികൾക്ക് കുറച്ച് ഇഫ്താറിൻ്റെ കിറ്റ് കൊടുക്കാണ്ട് നമ്മൾ ആശാൻ്റെ ഒപ്പം പോണ്. ആശാൻ നോക്കി എൻ്റെ പോകാറ് തന്നെ വേറൊരു വൈപ്പാണ്. നിസ്കുവിൻ്റെ അങ്ങേത്തല ഇത് കൊടുക്കാൻ പോണേ. റൂട്ട് ഏതാണ് സ്ഥലം? പാച്ചുറസിയെ. പാച്ചുറസിയ എന്ന് പറഞ്ഞ ഒരു ഗ്രാമം അല്ലേ? നിങ്ങളെ ഡ്യൂട്ടിയിൽ പെട്ടതാണിത് അല്ലേ ഈ പരിപാടി? ഇന്നും ഇപ്പം മുതലാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യണത്? അപ്പൊ നമ്മള് നേരത്തെ നമ്മളെ ദാവൂദ് ബ്രോ അല്ലേ, മൂപ്പര് പരിപാടി ഇതൊക്കെ തന്നെ മെയിൻ്റെനൻസും. നേരത്തെ നമ്മളിപ്പോ ഉണ്ട് എന്റെ ദാവൂദ് അല്ല, നേരത്തെ ഉണ്ട് ഷെയ്ൻസ്. മൂപ്പരാണ് എന്റെ ഫസ്റ്റ് ഒരു മീറ്റ് ചെയ്യണ്, കോണ്ടാക്ട് ചെയ്യണത്. ടീമുണ്ട്, അവര് നേരത്തെ പോയി പഠിപ്പിക്കും. ഉണ്ടെങ്കിൽ അതിന് പുറകെ കൊണ്ട് നമ്മൾ കൊടുക്കും. എല്ലാ ദിവസവും കാണില്ല, ഇതിനെല്ലാത്തിനും സിസ്റ്റമാറ്റിക് ഉണ്ട് ഓരോ കാര്യങ്ങൾക്ക്. ഇപ്പോൾ ഫൗണ്ടേഷൻസിൻ്റെ കാര്യങ്ങൾക്കും അവിടെ കോംപ്ലക്സ് മറ്റേ സ്ഥാപനത്തിൻ്റെ കാര്യങ്ങൾക്ക് സെപ്പറേറ്റ് ആളുകളുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കയറിയപ്പോൾ തന്നെ മൂപ്പര് ഇതിൻ്റെ കിലോമീറ്റർ ചെക്ക് ചെയ്ത് അയച്ചു കൊടുക്കണം. കാരണം ഇത് മറ്റേ ഒരുപാട് ആളുകളുടെ ഫണ്ടാണല്ലോ, ഇതിലേക്ക് പബ്ലിക് ഫണ്ടല്ല. അപ്പോൾ ഇതിന് കറക്റ്റ് റൂൾസ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു ഇതിൽ വേറൊരു ചിന്ത വെച്ചിട്ട് ഈ സ്ഥാപനം എന്നല്ല, എല്ലാ സ്ഥാപനങ്ങളും ഞാൻ മനസ്സിലാക്കാൻ കൊടുത്തോളല്ലേ അങ്ങനെയാണ്. ഇപ്പോൾ ഈ സിസ്റ്റമാറ്റിക് ആയിട്ട് അത് ജെനുവിൻ ആവുള്ളൂ, അത് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുള്ളൂ. മറ്റേത് പൊട്ടി പോകും പകുതിക്കുന്ന എന്തായാലും. അതിന് വേറെ എന്തെങ്കിലും തരികട കാണിച്ചു കഴിഞ്ഞാൽ അത് പക്ക പ്ലാൻഡാണ്. ഒരേ മൈൻഡോടെ പ്രവർത്തിക്കണം. നമുക്ക് ഗ്രാമത്തേക്കാണ് പോണത്, ഒന്ന് പോയി നോക്കുക. ഫുഡ് കൊടുക്കണ സ്ഥലത്ത് എത്തിയിട്ടൊക്കെ വാട കുട്ടികളൊക്കെ വാടേ. ഇവരാണ് നമ്മൾ പറഞ്ഞ 1 മണിക്കൂർ ക്ലാസ് എടുക്കണ നേരം പ്രായവും കാലൊന്നും ഇല്ലാത്ത ടീംസ്. അതായത് എല്ലാ പ്രായക്കാർക്കും ഒരേ ബുക്ക് ചെയ്യിക്കാരം. ഇവർക്ക് ഒരു 3 മണിക്ക് ക്ലാസ് തുടങ്ങും, പിന്നെ 4 മണി 4:30 ആകുമ്പോൾ ഇവിടെ ക്ലാസ് കഴിയും. ഓരോ സ്പോൺസർമാർ അല്ലെങ്കിൽ ബർത്ത്ഡേ വിസ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആരെങ്കിലും പൈസ അയച്ചു തന്നാൽ ഇവർക്ക് ഫുഡും കൂടെ കൊടുക്കും. ഇവരാണ് അധ്യാപകർ കേട്ടോ. ഈ ബ്ലാക്ക് ടീഷർട്ടും ആ മഞ്ഞ ടീഷർട്ടുമാണ് ഇവിടുത്തെ അധ്യാപകർ. ഇതിപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്താ പല പ്രായക്കാരും. ഇങ്ങനെയാണ് പ്രാഥമിക വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് ഇവർ ആദ്യം ചെയ്യേണ്ടത്. ഇവർക്കൊന്നും ഒരു തീരെ വിദ്യാഭ്യാസം ചെയ്യാത്ത കുട്ടികളാണ്. അപ്പോൾ പ്രാഥമിക വിദ്യാഭ്യാസമാണ് ഇപ്പോൾ കൊടുക്കണത്. അതിൽ പല പ്രായക്കാരും ഉണ്ടാവും. 1 മണിക്കൂറേ ക്ലാസ് ഉണ്ടാവുള്ളൂ. ഫുഡ് ഉണ്ട് എന്ന് പറയുന്ന ദിവസം ഇവർ കണ്ടറിഞ്ഞാണ് കുറേ കുട്ടികളുണ്ടാവും. അവർക്ക് അച്ചടക്കും കാര്യങ്ങളും ഇതൊന്നും ഉണ്ടാവില്ല. കാരണം ഇതൊന്നും പഠിച്ചില്ല, എപ്പോഴല്ല തുടങ്ങണത്. ഇത്രയും വലിയ കുട്ടികളൊക്കെ നോക്കി ഇപ്പോഴാണ് വിദ്യാഭ്യാസം തുടങ്ങുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഫുഡും കൂടെ കൊടുക്കും ഇവർക്ക് ഇഫ്താറിൻ്റെ. ഫുഡ് കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ ഫുഡ് കൊണ്ടേ കൊടുക്കുന്ന പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടോ. ഫുഡ് കൊടുക്കുന്ന പരിപാടി എല്ലാവരും സെക്ഷനാക്കി ഇരുത്തിയിട്ടേ. മറ്റേന്താ വെച്ചാൽ ഇവർ പിന്നെ വാങ്ങിയവരെന്നെ വീണ്ടും വാങ്ങും. അത്രയും അന്നത്തിനൊക്കെ അത്രയും പരിതാപകരമാണ് ഈ ഏരിയകളൊക്കെ. ഇതൊക്കെ നമ്മൾ ഇവിടെ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ, നേരിട്ട് കാണുമ്പോഴേ. ഫ്രൂട്ട്സ് കൊടുത്തു കുട്ടികൾക്ക്. പിന്നെ ഇനി പാക്ക് ഇനി കൊടുക്കുകയാണ്. ഇതാക്കണേ പാക്കുകൾ കൊടുക്കണേ. ഫ്രൂട്ട്സ് ഇങ്ങനെ ബോക്സിലാക്കി കൊണ്ടുവന്ന് കേട്ടോ. അല്ല അധ്യാപകർ തന്നെയാണ് കൊടുക്കുന്നത്. ഇവരാണ് ഇവിടുത്തെ അധ്യാപകർ കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്യും. അത് എന്താ വെച്ചാൽ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഇതിനൊരു ഷൂട്ട് ചെയ്യുമ്പോൾ ഇത് വെറും പബ്ലിക്ക് ആളാവാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ ചിന്തക്ക് അതൊക്കെ എനിക്കും തോന്നിയിരുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു വിഷയം എന്താ വെച്ചാൽ ഇത് ഒരുപാട് കേരളത്തിലെ പ്രമുഖരും ഒരുപാട് വ്യക്തിത്വങ്ങളാണ് ഇതിലേക്ക് ഫണ്ട് ഇറക്കുന്നത്. അപ്പോൾ അവർക്കൊരു തെളിവിനും വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്തിട്ട് അവർക്ക് വിട്ടുകൊടുക്കും. അതുപോലെ ഒരുപാട് കുട്ടികളുടെ ബർത്ത്ഡേ അതുമാതിരി ഒരുപാട് വ്യക്തികളുടെ പേരിൽ അങ്ങനെയൊക്കെയാണ് ഇത് ഫണ്ട് ഇറങ്ങുന്നത്. അപ്പോൾ ആ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആ വീട്ടുകാർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത് ഇവർ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ എല്ലാ ഫൗണ്ടേഷൻസും തന്നെ ചെയ്യണം കേട്ടോ. പക്ഷേ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം എന്താ വെച്ചാൽ ഇതിലൊരു തട്ടിപ്പോ കളവോ കാര്യങ്ങളോ ഒന്നും നടക്കണില്ല. ഉമ്മമാരൊക്കെ ഇതാക്കണ്ട ഇവിടെ കഴിയാനായി. ഇനിയിപ്പോൾ ഇതും കൂടെ ഉള്ളു ഫുഡ്.
ചെറിയ ചെറിയ പാക്കുകളാക്കിയാണ് കൊടുക്കണത്. സുഹൃത്തുക്കളെ, നമ്മളെ ഫുഡ് കൊടുത്ത് കഴിഞ്ഞ് നമ്മൾ ഹിറ കോംപ്ലക്സിക്ക് വീണ്ടും എത്തിട്ടോ. ഇന്ന് നമ്മൾ ഇവരെ കോംപ്ലക്സിൽ തന്നെയാണ് നമ്മളെ നോമ്പുതുറിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഇതാക്കുന്ന. കുട്ടികളൊക്കെ എല്ലാവരും ഇരുന്ന് നോമ്പ് തുറക്കുന്നതിന് മുന്നേ ഇങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെയാണ്. ഏകദേശം ഒരു 5:40 ഇപ്പോൾ സമയം കേട്ടോ. ഫുഡ് ഏകദേശം പോലെ വിളമ്പൽ തുടങ്ങിട്ടോ. ഭാഗം കൊടുക്കാൻ ഏകദേശം സമയമായി. ഒരു വെള്ളം ഉണ്ട് കേട്ടോ ഇവിടെ. ഓക്കെ, ഒരു സ്പെഷ്യലായിട്ട് ഡിഷാവുന്നുണ്ട്. ബാങ്ക് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ നേരെ ഉൾഭാഗത്തെ നമ്മൾ മൂല കുട്ടികളൊക്കെ ഇപ്പോൾ കഴിച്ചു നോക്കുക. മുട്ട ബജി കിളിക്ക് അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് കണ്ടേ ഫ്രൂട്ട്സ് കഴിച്ചാണ്ട് കുട്ടികൾ നിസ്കരിക്കാൻ പോയി. നിസ്കാരം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാക്കണം ഫുഡ് കഴിക്കണ പരിപാടികളിലാണ്. കുട്ടികൾ തന്നെ ഉണ്ട് സപ്ലൈ ചെയ്യണവും കാര്യങ്ങളൊക്കെ. അവർ തന്നെ സപ്ലൈ ചെയ്ത് അവർ തന്നെ കഴിക്കണം. അവിടെ ഇതാക്കണം കറി ഒഴിച്ചു കൊടുക്കണം. നമ്മളും ഇതേമാതിരി കഴിക്കാനുള്ള പരിപാടിയിലാണ്. നമുക്കുള്ള കാര്യങ്ങൾ അപ്പുറത്ത് സെറ്റായി കൊണ്ടുവയ്ക്കണം. അങ്ങനെ ഞങ്ങളെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാണ്ടേ വെറുതെ നടക്കാറിങ്ങിയതാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ പാളത്തിലൂടെ നല്ല പ്രാണികളുണ്ട് കേട്ടോ. നോക്കിയാണ് ഞങ്ങൾ വരുന്നു. പ്രാണികൾ മാത്രമല്ല, പൊടിയാണത്, പെരും പൊടിയാണ്. രാത്രി ഇങ്ങനെ നല്ല പാടത്ത് കൂടെ 2 സൈഡും വലിയ കുഴിയാണ്. കണ്ടില്ലേ, ഇവിടെ കുഴി വലിയ കുഴിയല്ല, വെള്ളം ചട്ടതിയിലിപ്പോൾ പൊടിയാണ് ആ പാറിന് കേട്ടോ. അല്ല പ്രാണികളല്ല. ട്രെയിൻ വരുന്നുണ്ടോ? ട്രെയിനാ അതോ ഫ്ലൈറ്റാ? ലോറി വേണം. ലോറി വേണം. അല്ലാ, നടന്നു നോക്കുക. വെറുതെ രസമായിട്ട് രാത്രിയുള്ള നടത്തണ്ടല്ലോ. ചെറിയ തണുപ്പാണ്, നല്ല രസമാണ്. നടന്നിട്ട് കുറച്ച് കഴിഞ്ഞാലേ വന്നിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കുക. എന്നിട്ട് ഒരൊറ്റ ഉറക്കം ഉറങ്ങാം. ഇപ്പം നിങ്ങളിങ്ങനെ വിചാരിക്കണ്ടോ ഇതെന്താ റബ്ബേ ഇത് ഫുഡടി തീറ്റ ഫുഡടി നോമ്പ് കൊടുക്കണം ഫുഡടി കൊടുക്കണം. അല്ലാതെ ഇപ്പോൾ നോമ്പിന് നമ്മൾ വേറെ എന്താ കാണിക്കുക? കാരണം ഇവിടെ നമ്മളെ കൊണ്ട് കാണിക്കാൻ കഴിയണം. നമ്മളൊരു ഈ വെയിലത്ത് ഉണ്ടായിട്ടും നമ്മളെ കൊണ്ട് കാണിക്കാൻ കഴിയുന്ന രീതിയിലൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം വെസ്റ്റ് ബംഗാളിൻ്റെ കൾച്ചറൊക്കെ ഓൾറെഡി നമ്മൾ കാണിച്ചു കഴിഞ്ഞു, പിള്ളേരുകളൊക്കെ. പിന്നെ രാത്രി നോമ്പാണ്, എസ്പെഷ്യലി എക്സ്പ്ലോർ ചെയ്യാൻ കൂടുതൽ നമുക്ക് സാധിക്കില്ല. സാഹചര്യങ്ങൾ അങ്ങനെയാണ്. പകലാണെങ്കിലും വെയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റ് ഡെയിലി തരണ്ടേ? നമ്മളിപ്പം യാത്ര ചെയ്യാന്നുള്ളൊരു ഫീലിൽ നിങ്ങൾ എത്തിക്കുക എന്നുള്ളതൊക്കെ തന്നെ ഉള്ളൂ. പെരുന്നാൾ കഴിഞ്ഞ് നമ്മൾ സറക്കും. കാരണം നമുക്ക് ഏത് റൂട്ട് കൂടി സഞ്ചരിക്കാം, ഏത് ഫുഡും കഴിക്കാം. അപ്പോൾ എനർജി ഉണ്ടോ? അപ്പോൾ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. നമ്മൾ ചുമ്മാ വീട്ടിലിരുന്നാൽ പോലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എമ്മാരി ചൂടും പോകുകയാണ്, നമുക്ക് എന്ത് ചെയ്യാനുള്ള മൂഡ് വരുന്നുണ്ടോ? ആ സ്ഥാനത്താണ് നമ്മൾ യാത്ര ചെയ്യണത്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക നമ്മുടെ സുഹൃത്തുക്കൾ, ലിമിറ്റേഷൻസുകൾ ഉണ്ട് എന്നുള്ളത്. പോയി നോക്കുക.